അടുത്ത ലോ നമ്പർ 2, അതായത് അമ്പയർമാരെ പറ്റിയുള്ള കുറച്ച് ധാരണകളാണ്. MCC ലോസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ആൻഡ് അറ്റൻഡൻസ്. അപ്പോൾ ബിഫോർ ദ മാച്ച് 2 അമ്പയർ ഷാൽ ബി അപ്പോയിൻറ്റഡ്. അറിയാലോ, നമുക്ക് അമ്പയേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ഫോർ ഈച്ച് എൻഡ്. അതായത് നമുക്ക് 2 എൻഡാണ് പൊതുവെ പറയുന്നത്. ഒന്ന് ബോളിംഗ് എൻഡും ഒന്ന് സ്ട്രൈക്കേഴ്സ് എൻഡ്. നമ്മൾ ലെഗ് അമ്പയർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി സ്ട്രൈക്കേഴ്സ് എൻഡാണ്, സ്ട്രൈക്കർ അമ്പയർ എന്നാണ് പറയേണ്ടത്. ടു കൺട്രോൾ ദ മാച്ചസ് ആസ് റിക്വയർഡ് ബൈ ദ ലോസ് വിത്ത് അബ്സല്യൂട്ട് ഇമ്പാർഷ്യാലിറ്റി. ആൾക്കാർ ഇമ്പാർഷ്യലായിരിക്കണം, അതായത് പക്ഷാഭേദങ്ങൾ പാടില്ലാത്ത ഒരു അമ്പയർമാർ ആയിരിക്കണം അപ്പോയിൻറ്റ് ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. അമ്പയർ ഷാൽ ബി പ്രസൻറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് റിപ്പോർട്ട് ടു ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഗ്രൗണ്ട് അറ്റ്ലീസ്റ്റ് 45 മിനിറ്റ്സ് ബിഫോർ ദ ഷെഡ്യൂൾ സ്റ്റാർട്ട് ഓഫ് ഈച്ച് ഡേ പ്ലേ. അതായത് കുറഞ്ഞത് ഒരു 45 മിനിറ്റ് മുന്നേ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന്, ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഓക്കെ, അടുത്ത് ചേഞ്ച് ഓഫ് അമ്പയർ. അമ്പയർ ഷാൽ നോട്ട് ബി ചേഞ്ച് ഡ്യൂറിങ് ദ മാച്ച്. ഓക്കെ, മാച്ചിനിടയിൽ അമ്പയറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതർ ദാൻ ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്. ചിലപ്പോൾ വല്ല ഇഞ്ചുറി ആവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ്, ലൈക്ക് അൺലെസ് ഈസ് ഇഞ്ചേർഡ് ഓർ ഇൽ, അങ്ങനത്തെ എന്തെങ്കിലും കേസുകൾ വരാമല്ലോ. സോ ഇഫ് ദർ ഹാസ് ടു ബി എ ചേഞ്ച് ഓഫ് അമ്പയർ, ദ റീപ്ലേസ്മെൻറ്റ് ഷാൽ ആക്ട് ആസ് സ്ട്രൈക്കേഴ്സ് ആൻഡ് അമ്പയർ. അതായത് നമ്മുടെ ലെഗ് അമ്പയറായിട്ട്, സ്ട്രൈക്കേഴ്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ ലെഗ് അമ്പയർ ആയിട്ട് ആക്ട് ചെയ്യാം. അൺലെസ് ദ ക്യാപ്റ്റൻസ് എഗ്രി ദാറ്റ് ദ റീപ്ലേസ്മെൻറ്റ് ഷുഡ് ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ആസ് എൻ അമ്പയർ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ 2 ക്യാപ്റ്റന്മാരും ഓക്കെയാണ്, സമ്മതത്തിനായുള്ളൊരു അമ്പയർ ആണെങ്കിൽ വേണമെങ്കിൽ അയാൾക്ക് മെയിൻ അമ്പയറായിട്ട്, അതായത് നമ്മുടെ ബോളിങ്ങിൻ്റെ അമ്പയറായിട്ട് നമുക്ക് നിർത്തിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ കൺസൾട്ടേഷൻ വിത്ത് ദ ക്യാപ്റ്റൻ ബിഫോർ ദ ടോസ്. ടോസിന് മുന്നായിട്ട് വിത്ത് ദ ക്യാപ്റ്റൻസ് അമ്പയർ ഷാൽ ഡിറ്റർമിൻ അതുകൊണ്ട് ബോൾസ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് ദ മാച്ച്. അപ്പോൾ ബോൾസിനെ പറ്റിയൊക്കെ വിശദമായിട്ടുള്ളത് ലോ നമ്പർ 4 അതവിടെ നിൽക്കട്ടെ. പിന്നെ അവേഴ്സ് ഓഫ് പ്ലേ ഡിറ്റർമിൻ ചെയ്യണം, അതായത് എത്ര മണിക്കൂർ, ആൻഡ് ടൈംസ് ആൻഡ് ഡ്യൂറേഷൻസ് ഓഫ് ദ എഗ്രീഡ് ഇൻ്റർവെൽസ്. അതായത് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് മാച്ച് ആണെങ്കിൽ അതിൽ എഗ്രീഡ് ഇൻ്റർവെൽസ് എന്തൊക്കെയാണ്? നമുക്ക് ടീ ടൈമുകളുണ്ട്, ലഞ്ചുണ്ട്, പിന്നെ അതുകൊണ്ട് ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ അതും വരാറുണ്ട്. അതൊക്കെയാണ് എഗ്രീഡ് ഇൻ്റർവെൽസ്. അതല്ലാണ്ട് പല ഇൻ്റർവെൽസ് വരാം. ഡ്രിങ്ക്സ് ബ്രേക്ക് ഉണ്ട്. അതുകൂടാതെ നോൺ എഗ്രീഡ് ഇൻ്റർവെൽസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ എന്തെങ്കിലും മഴ പെയ്യോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എഗ്രീഡ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് അല്ല. ഇറ്റ് മേ ബി എഗ്രീഡ് ഇൻസ്റ്റഡ് ടു ടേക്ക് ദിസ് ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ഇന്നിങ്സ്. അപ്പോൾ ഇതെല്ലാം എഗ്രീഡാണ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ. വിച്ച് ക്ലോക്ക് ഓർ വാച്ച് ആൻഡ് ബാക്കപ്പ് ടൈം പീസ് യൂസ് ടു ബി യൂസ് ഡ്യൂറിങ് ദ മാച്ച്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ അമ്പയറിൻ്റെ വാച്ചും നമ്മുടെ അവിടുത്തെ ആ സ്റ്റേഡിയത്തിലുള്ള ആ ഒരു ക്ലോക്കും എല്ലാം കൂടിയിട്ട് സിങ്ക് ചെയ്യണം എന്ന് പറയണം. അതായത് എൻ്റെ വാച്ചിൻ്റെ ടൈമായിട്ടുള്ള മറ്റേതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യണേക്കാളും ബെറ്റർ അതെല്ലാം കൂടി സിങ്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതിലുള്ള ടൈമാണ് നമ്മൾ നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു ടൈം വിത്ത് റെഫറൻസ് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, അത് അവോയ്ഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, പിന്നെ ബൗണ്ടറി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കണം. ബൗണ്ടറി ഓഫ് ദ ഫീൽഡ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി, നമ്മുടെ ബൗണ്ടറിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. 4 അടിക്കുമ്പോഴുള്ള ആ പോയി ചെന്ന ഫെൻസിൻ്റെ കേസാണ്. അലവൻസൻസ് ഫോർ ബൗണ്ടറി ഇൻക്ലൂഡിങ് വെദർ എനി ഒബ്സ്റ്റക്കിൾ വിത്ത് ഇൻ ദ ഫീൽഡ്. അതായത് ഇപ്പോൾ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലൊരു സ്റ്റേഡിയം പണ്ട് 2003 വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആ ടൈമിൽ കാണുമ്പോൾ അവിടെ ഒരു സെഞ്ചുറിയൻ എന്നൊരു സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു. അതിൻ്റെ നടുക്കല്ല, ഒരു ബൗണ്ടറിയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഒരു മരം നട്ടിട്ടുണ്ട്. അപ്പോൾ ആ മരം ഏതൊരു ഭയങ്കര, എനിക്ക് തോന്നുന്നു ഡോൺ ബ്രാഡ്മാൻ അങ്ങനെ ഏതൊരു ആളാണ് നട്ടത്. അതാരാന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നുള്ളൂ. അപ്പോൾ ഇത് ബൗണ്ടറിയുടെ മുന്നായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ഒബ്സ്റ്റക്കിളാണ് ആക്ച്വലി. പക്ഷേ അത് വെട്ടിക്കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ അതുമ്പോൾ പോയി തട്ടിയ ബൗണ്ടറി എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ലോക്കലായിട്ടുള്ളൊക്കെ ടൂർണമെൻറ്റ്സൊക്കെ ഹോസ്റ്റ് ചെയ്യും. ഇപ്പോൾ ക്ലബ് ലെവൽസ്, ലീഗ് ലെവൽസും അങ്ങനെയുള്ള സാധനങ്ങൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ പല മീൻസ് ടർഫ് വിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ചില ജൂനിയർ ലെവൽസ് ക്രിക്കറ്റിലൊക്കെ ചിലപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒക്കെ എൻഡിലൊക്കെ ആകുമ്പോൾ ഫുട്ബോളിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കോമൺലി യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് ആകാം. അപ്പോൾ മാറ്റിങ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒബ്സ്റ്റക്കിൾസൊക്കെ നമ്മൾ നേരത്തെ ഇന്നതാണ് എന്നുള്ളതൊക്കെ ഞാനൊരു പ്രാക്ടിക്കൽ സിനാരിയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒബ്സ്റ്റക്കിൾ കൊണ്ടുപോയി അഥവാ അത് ബൗണ്ടറി ആണെങ്കിൽ ബൗണ്ടറി ആണെന്ന് തീരുമാനിക്കണം. ബൗണ്ടറി അല്ലെങ്കിൽ അതുമ്പോൾ തട്ടിയിട്ട് ഇത് ക്യാച്ച് എടുത്താൽ ഔട്ടാണ്. ചിലപ്പോൾ അതുമ്പോൾ തട്ടിയിട്ട് നേരെ നമ്മുടെ ബോളറിൻ്റെ കയ്യിലേക്ക് ക്യാച്ച് വന്ന് ഔട്ടായിട്ട് വരും. കാരണം അതാണ് എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ അത് ഗ്രൗണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അത് ടച്ചായി ക്യാച്ച് വരുന്ന ഔട്ടെന്ന് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് അവരുടെ എങ്ങനെ നിഷ്കർഷിക്കുന്നു, അതായത് ആ ഒരു ഇതുപോലെ ഇരിക്കും. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ, അതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്.
പിന്നെ യൂസ് ഓഫ് കവേഴ്സ്, പിച്ച് കവർ ചെയ്യാനുള്ള കേസുകളും കാര്യങ്ങളൊക്കെ. ഇനി സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ പ്ലേ അഫക്റ്റിംഗ് ദ കണ്ടക്ട് ഓഫ് ദ മാച്ച്, എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസോ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് സ്പെഷ്യൽ കണ്ടീഷൻസിലൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഇൻഫോം ദ സ്കോറേഴ്സ് ഓഫ് എഗ്രിമെൻറ്റ്. അപ്പോൾ സ്കോററും അമ്പയറും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അമ്പയറിൻ്റെ ഓരോ സിഗ്നൽസ് കാണിക്കുന്നത് ആർക്കാണ്? ശരിക്കും സ്കോററിന് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ വാക്കി ടോക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സിഗ്നൽസാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ സിഗ്നൽസിൽ 1 റൺ ഷോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഇപ്പോൾ നമ്മളൊരു സിഗ്നൽ 1 റൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ വിരലുകൊണ്ട് കാണിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സ്കോറർ മനസ്സിലാക്കണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പുള്ളിയായിട്ട് നമ്മൾ അതിന് വേണ്ടി ഒരു സിഗ്നൽ കാണിക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതാണ് അതിൽ മെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ വിക്കറ്റ്സ്, ക്രീസസ്, ബൗണ്ടറീസ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ബിഫോർ ദ ടോസ് ആൻഡ് ഡ്യൂറിങ് ദ മാച്ച് അമ്പയർ ഷാൽ സാറ്റിസ്ഫൈ ദംസെൽസ് ദാറ്റ് വിക്കറ്റ്സ് ആർ പ്രോപ്പർലി പിച്ച്ഡ്. അതായത് കറക്റ്റ് വിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെംസില്ലേ അത് കറക്റ്റാണ് വെച്ചത്. ക്രീസ് ആർ കറക്റ്റ്ലി മാർക്ക്, ക്രീസിൻ്റെ മാർക്കിംഗ് കറക്റ്റാണോ നോക്കണം. ദ ബൗണ്ടറി ഓഫ് ദ ഫീൽഡ് ഓഫ് പ്ലേ കംപ്ലൈ വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ലോ. അപ്പോൾ ബൗണ്ടറി എത്രയാണ് കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. മിനിമം ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് എത്രയാണെന്നൊക്കെ നോക്കാം. പിന്നെ ഐഡൻറ്റിഫൈ ബൗണ്ടറിയുടെ കേസ് അതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ കണ്ടക്ട് ഓഫ് ദ മാച്ച് ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അതായത് ബിഫോർ ദ ടോസ് ആൻഡ് ഡ്യൂറിങ് ദ മാച്ച് അമ്പയർ ഷാൽ സാറ്റിസ്ഫൈ ദംസെൽസ് ദാറ്റ് ദ കണ്ടക്ട് ഓഫ് ദ മാച്ച് ഈസ് സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ. ലോ പ്രകാരമാണ് നടത്താൻ പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുന്നു. ഇംപ്ലിമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദ മാച്ച് കൺഫേം ടു ദ ഫോളോയിങ്. അതായത് അതിൽ യൂസ് ചെയ്യുന്ന സാധന സാമഗ്രികൾ ലോ പ്രകാരമാണ്. അതായത് ലോ 4 പ്രകാരം, ലോ 4 നമ്മൾ പിന്നീട് വിശദമായിട്ട് നോക്കുന്നുണ്ട്. അത് ബോളിനെ പറ്റിയുള്ളതാണ്. എക്സ്റ്റേണലി വിസിബിൾ റിക്വയർമെൻറ്റ്സ് ഓഫ് ലോ 5. ബാറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൻഡിക്സിലും പിന്നെ ലോ 5ലും പറയുന്നുണ്ട്. പിന്നെ ലോ 8.2 സൈസ് ഓഫ് സ്റ്റെമ്പിൻ്റെ സൈസ്, ബെയിൽസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ജൂനിയർ ക്രിക്കറ്റ് ലെവലിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നോ പ്ലെയർ യൂസസ് എക്യുപ്മെൻറ്റ്സ് അതർ ദാൻ ദ പെർമിറ്റഡ്. അതായത് പെർമിറ്റഡ് അല്ലാത്ത കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് അപ്പൻഡിക്സിൽ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നോട്ട് പർട്ടിക്കുലർലി ദർ ഇൻ ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റിൻ്റെ കാര്യങ്ങൾ, വിക്കറ്റ് കീപ്പേഴ്സ് ഗ്ലൗസിൻ്റെ കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ഓരോ ലോസിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫെയർ ആൻഡ് അൺഫെയർ പ്ലേ അമ്പയർ ഷാൽ ബി സോൾ ജഡ്ജസ്. അതായത് അവരാണ് ഫെയർ ആണോ അൺഫെയർ ആണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ്. അതാണ് സോൾ ജഡ്ജസ്. അവരാണ് അന്തിമം ആയിരിക്കും, ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയണ പോലെ അതാണ് സംഭവം. പിന്നെ ഫിറ്റ്നസ് ഫോർ പ്ലേ ഇറ്റ് ഈസ് സോൺലി ഫോർ ദ അമ്പയേഴ്സ് ടുഗദർ ടു ഡിസൈഡ്. അമ്പയറിന് മാത്രം ഡിസൈഡ് ചെയ്യാനുള്ള അവകാശമാണ്. വെദർ ദ കണ്ടീഷൻസ് ഓഫ് ദ ഗ്രൗണ്ട്, വെദർ ഓർ ലൈറ്റ് ഓർ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് മീൻ ദാറ്റ് ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ഓർ അൺറീസണബിൾ ഫോർ ദ പ്ലേ ടു ടേക്ക് പ്ലേസ്. അതായത് അമ്പയർമാർ മാത്രം, അല്ലാണ്ട് വേറെ ഇടയിൽ മറ്റേ മാച്ച് റെഫറി അങ്ങനെയുള്ള ഒരു ആൾക്കാരും ഇല്ല, ക്യാപ്റ്റനും ഇല്ല, വേറെ ടീമിൻ്റെ മാനേജറിൽ ആർക്കും ഇല്ല. അമ്പയർമാർ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കും ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ എന്താണ്, വെതർ ഓക്കെ ആണോ അല്ലയോ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ലഹള നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പല സ്റ്റേഡിയങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ടല്ലോ, കാണികൾ രോഷാകുലരായി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കുപ്പി വലിച്ചെറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഡേഞ്ചറസും അൺറീസണബിൾ ഫോർ ദ പ്ലേ. അതായത് പ്ലേ നടത്താനുള്ള ഇതിന് അപകടമാകും സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് അമ്പയർമാർക്കാണ് തീരുമാനിക്കുക. അമ്പയർമാർ മാത്രമാണ് അതിൻ്റെ അകത്ത് തീരുമാനിക്കേണ്ടത്. കണ്ടീഷൻ ഷാൽ നോട്ട് ബി റിഗാർഡ് ആസ് ഐദർ ഡേഞ്ചറസ് ഓർ അൺറീസണബിൾ മിയർലി ബിക്കോസ് ദേ ആർ നോട്ട് ഐഡിയൽ. അതായത് ഐഡിയൽ കണ്ടീഷൻ അല്ലാന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയ ഒരു മഴച്ചാറ്റലുണ്ട്, അത് ഐഡിയൽ കണ്ടീഷനല്ല, നമുക്ക് ഒരു നല്ല വെയിലും ഇതൊക്കെയാണ് ഐഡിയൽ കണ്ടീഷൻ. ബട്ട് അമ്പയർമാർക്ക് തോന്നുകയാണ് ഇതുകൊണ്ട് മാച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല എന്ന് അവർക്ക് തോന്നുകയാണ്. ഇപ്പോൾ ക്യാപ്റ്റന്മാർ പലതും പറയും അത് വേറെ നിർത്താം. അതായത് ചിലപ്പോൾ ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു NSK ട്രോഫി ഇപ്പോൾ നടന്നു, നമ്മുടെ ലേറ്റസ്റ്റ് NSK ട്രോഫി നടന്നത് ഏത് 2 ടീമുകളും ഏത് ടീമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതിലേതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ചെറിയൊരു ഡ്രിസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മാച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്വാളിഫൈ ആവും. വേറെ മറ്റേ ടീം ജയിച്ചു കഴിഞ്ഞാൽ അവർ ക്വാളിഫൈ ആവില്ല. അപ്പോൾ അവിടുത്തെ ക്യാപ്റ്റൻ വാസ് ഡെസ്പറേറ്റ്, അത് മഴ ഇത് നിർത്താൻ വേണ്ടി മീൻസ് ചെറുതായിട്ട് ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ ഒരു ബോളർ തെന്നി വീഴുന്നതൊക്കെ കാണാം. അത് നിങ്ങൾ മാച്ചസ് ഹാൻഡ് കോഡിലൊക്കെ നോക്കിയാൽ കാണാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പയർ പക്ഷേ അത് എഗൻസ്റ്റാണ് പോയത്, ഇവരുടെ ബോളിംഗ് ടീമിന് എഗൻസ്റ്റാണ് പോയത്. കാരണം അവർക്ക് തോന്നി അത് ഐഡിയൽ കണ്ടീഷൻ അല്ല, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ക്യാരി ഫോർവേഡ് വിത്ത് ദ മാച്ച് എന്ന് പറഞ്ഞ ആ രീതിയിൽ അവർ ക്യാരി ഫോർവേഡ് ചെയ്തു.
അപ്പോൾ അവർ ഐഡിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നുവാണെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യും. ദ ഫാക്ട് ദാറ്റ് ദ ഗ്രാസ് ആൻഡ് ദ ബോൾ ആർ വെറ്റ് ഡസ് നോട്ട് വാറന്റ് ദാറ്റ് ദ ഗ്രൗണ്ട് കണ്ടീഷൻ ബീങ് റിഗാർഡഡ് ആസ് അൺറീസണബിൾ ആൻഡ് ഡേഞ്ചറസ്. അതായത് നമ്മുടെ വെറ്റ് ഔട്ട് ഫീൽഡൊക്കെ വരാം. ഇപ്പോൾ രാവിലെയൊക്കെ മാച്ച് തുടങ്ങുമ്പോൾ, അപ്പോൾ നമ്മളൊക്കെ ക്ലബ് ക്രിക്കറ്റിൽ പല ടൂർണമെൻറ്റ്സിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ അല്ലെങ്കിൽ പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ രാവിലത്തെ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ബോളിന് ഭയങ്കര ഡ്യൂ ആയിരിക്കും. നമ്മൾ ഒരു ടവല് കരുതിയിട്ട് തന്നെ നിൽക്കണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഗ്രിപ്പ് മിസ്സാവും. ഭയങ്കര വെറ്റായിരിക്കും. സോ ദാറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയൽ കണ്ടീഷൻ. വെറ്റില്ലാത്തതാണ് നമുക്കൊരു ഐഡിയൽ കണ്ടീഷൻ. ബട്ട് അത് അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഗ്രൗണ്ടിനെ ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിന് നമുക്ക് ഡേഞ്ചറസ് കണ്ടീഷനാണെന്ന് പറഞ്ഞ് കളി നിർത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അത് അമ്പയർ തീരുമാനിക്കണം. കണ്ടീഷൻ ആൽ ബി റിഗാർഡ് ആസ് ഡേഞ്ചർ ഇഫ് ദർ ഈസ് ആക്ച്വലി ആൻഡ് ഫോർസിബിൾ റിസ്ക് ടു ദ സേഫ്റ്റി ഓഫ് എനി പ്ലെയർ അമ്പയർ. അതായത് ചിലപ്പോൾ ചില ഗ്രൗണ്ട് ഭയങ്കര ഇപ്പോൾ മഴ പെയ്ത് മറ്റേ വെറ്റായിട്ട് നമ്മൾ കുണ്ടും കുഴി പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. പ്ലെയറിൻ്റെ കാല് പൂണ്ടു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അമ്പയറിന് എന്തെങ്കിലും ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അമ്പയർക്ക് ഇതിനെതിരെ തീരുമാനിക്കാം. അതായത് കളിക്കേണ്ടെന്ന് തീരുമാനിക്കാം. കണ്ടീഷൻ ആൽ ബി റിഗാർഡ് ആസ് അൺറീസണബിൾ ഇഫ് ഓൾദോ പോസിങ് നോ റിസ്ക് ടു സേഫ്റ്റി ഇറ്റ് വുഡ് നോട്ട് ബി സെൻസിബിൾ ഫോർ ദ പ്ലേ ടു പ്രൊസീഡ്. അതായത് വേറെ പല കാരണങ്ങൾ പണ്ട് ഏതോ ഒരു മാച്ച് ഉപേക്ഷിച്ച് ഏതാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അതിൻ്റെ പിച്ച് ഭയങ്കര മോശമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ശ്രീലങ്കയാണോ അതാണോ എന്ന് വെച്ചാൽ ആ വിക്കറ്റ് ഭയങ്കര റഫായിരുന്നു. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ബൗൺസ് ഭയങ്കര അൺഈവൻ ആവും, ചിലപ്പോൾ ഭയങ്കര ബൗൺസ്, ചിലപ്പോൾ ലോ ബൗൺസ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അത് കളി ഒരു സുഖമാവില്ല എന്നുള്ള അതിൽ റിസ്ക്കാണ്. ആക്ച്വലി ബാറ്റ്സ്മാൻ റിസ്ക്കാണ്. ബാക്കി ആർക്ക് റിസ്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ബാറ്റ്സ്മാൻ്റെ റിസ്ക്കാണ്. പെട്ടെന്ന് ഇങ്ങനെ ബൗൺസ് അൺഈവൻ ബൗൺസും കാര്യങ്ങളൊക്കെ വന്നാൽ സോ ഫൈനലി ആ മാച്ച് അബാൻഡൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നോ റിസ്ക് ടു സേഫ്റ്റി എന്ന് പ്യൂർലി പറയാൻ പറ്റില്ലെങ്കിൽ അത് ഏതാണ്ട് അതൊരു ഇഷ്യൂ തന്നെ. അമ്പയർ തീരുമാനിച്ചു വേണ്ട എന്നുള്ളത്. If the umpire considers that the ground is so wet or slippery as to deprive the bowler of a reasonable foothold, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഭയങ്കര വെറ്റായിട്ട് നമ്മുടെ ബോളറിന് നല്ല രീതിയിൽ ബോൾ ചെയ്യുമ്പോഴത്തേക്കും കാല് ഉറപ്പിക്കാൻ പറ്റാത്ത, മീൻസ് കാല് തെന്നിപ്പോകുന്നൊരവസ്ഥ വരികയാണെങ്കിൽ ദ ഫീൽഡർ ഓഫ് ദ പവർ ഓഫ് ഫ്രീ മൂവ്മെൻറ്റ്, അതായത് ഫീൽഡർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ അത് ബാറ്റർ ഓഫ് ദ എബിലിറ്റി ടു പ്ലേ സ്ട്രോക്സ്, അതായത് ബാറ്ററിന് കൃത്യമായിട്ട് സ്ട്രോക്ക് കളിക്കാൻ പറ്റാത്തൊരു വിക്കറ്റ്, ഓർ ടു റൺ ബിറ്റ്വീൻ ദ വിക്കറ്റിന്, അതായത് നമ്മുടെ റൺസ് എടുക്കാൻ ഓടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ ദെൻ ദീസ് കണ്ടീഷൻസ് ഷാൽ ബി റിഗാർഡഡ് ആസ് സോ ബാഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ആൻഡ് അൺറീസണബിൾ ഫോർ ദ പ്ലേ ടു ടേക്ക് പ്ലേസ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് ഡേഞ്ചറസും അൺറീസണബിളുമായിട്ട് പറഞ്ഞുകൊണ്ട് അമ്പയറിന് വേണമെങ്കിൽ കളി വേണ്ട എന്ന് വയ്ക്കാം. സസ്പെൻഷൻ ഓഫ് പ്ലേ ഇൻ ഡേഞ്ചറസ് ഓർ അൺറീസണബിൾ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഓൾ റെഫറൻസസ് ടു ദ ഗ്രൗണ്ട് ഇൻക്ലൂഡ് ദ പിച്ച്, അതായത് ഏരിയ ഓഫ് ദ പിച്ച് എന്താണെന്നൊക്കെ ലോ 6.1 പറയുന്നുണ്ട്. അത് ആ ടൈമിൽ വിശദമായിട്ട് നോക്കാം. ദ അമ്പയർ ഷാൽ ഇമീഡിയറ്റ്ലി സസ്പെൻഡ് ദ പ്ലേ ഓർ നോട്ട് അലൗ ദ പ്ലേ ടു സ്റ്റാർട്ട് ഓർ ടു റീകമൻസ് ഇഫ് ഐദർ അമ്പയർ കൺസിഡർ ദാറ്റ് ദ കണ്ടീഷൻ ഓഫ് ദ ഗ്രൗണ്ട് വെദർ ഓർ ലൈറ്റ് ഓർ എനി അതർ സർക്കംസ്റ്റാൻസ് ആർ ഡേഞ്ചറസ് ഓർ അൺറീസണബിൾ. നേരത്തെ പറഞ്ഞാലും തന്നെ ഏതെങ്കിലും കാരണത്താൽ, അതായത് നമ്മുടെ കളി തുടങ്ങാനോ അല്ലെങ്കിൽ പുനരാരംഭിക്കാനോ അമ്പയർക്ക് കണ്ടീഷൻസ് അവരെ സംബന്ധിച്ചോളം ഓക്കെ അല്ലെങ്കിൽ വെതർ ആയിക്കോട്ടെ, ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, അത് എന്ത് സർക്കംസ്റ്റാൻസ് ആയിക്കോട്ടെ, അതായത് കാണികളുടെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിക്കോട്ടെ, അത് അമ്പയർക്ക് ഡേഞ്ചറസ് ആണോ അല്ലയോ എന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് മാച്ച് സസ്പെൻഡ് ചെയ്യാനുള്ള കേസ് പറയുന്നത്. When there is suspension of play, it is a responsibility of the umpire to monitor the condition. സസ്പെൻഡ് ചെയ്ത ശേഷം അമ്പയറിനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അതായത് ഇത് ഓക്കെ ആവുന്നോ, കണ്ടീഷൻ ഓക്കെ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. They shall make inspection as often as appropriate. ആവശ്യാനുസരണം ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അൺഅക്കോമ്പനിഡ് ബൈ എനി പ്ലെയേഴ്സ് ഓർ ഒഫീഷ്യൽസ്, അതായത് അൺഅക്കോമ്പനി ഒറ്റ മനുഷ്യർ കൂടെ പാടില്ല, അമ്പയേഴ്സ് മാത്രമായിരിക്കും പോകുന്നത്. Immediately the umpires together agree that the conditions are no longer dangerous or unreasonable, they shall കോൾ അപ്പോൺ ദ പ്ലേയേഴ്സ് ടു റെസ്യൂം ദ പ്ലേ. അതായത് ബാക്കി കണ്ടീഷൻ ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലേ റെസ്യൂം ചെയ്യാം. അപ്പോൾ അമ്പയേഴ്സ് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ വേറെ സ്വാധീനങ്ങളൊന്നും ചെലുത്താണ്ടിരിക്കുകയാണ്. പൊസിഷൻ ഓഫ് അമ്പയേഴ്സ് ഷാൽ സ്റ്റാൻഡ് വേർ ദേ ക്യാൻ ബെസ്റ്റ് സീ എനി ആക്ട് അപ്പോൺ വിച്ച് ദെയർ ഡിസിഷൻ മേ ബി റിക്വയർഡ്. അതായത് അയാൾ അമ്പയർമാർ എവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കണ്ട് നോക്കി ഡിസിഷൻ കൊടുക്കാൻ പറ്റിയ സ്ഥലത്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്പയർമാർ നിൽക്കുന്ന എവിടെയാണ്, നമ്മുടെ ബോളിങ്ങിൻ്റെ അമ്പയർ സ്റ്റെംസിന് ഒരു ഇത്ര ഏതാണ്ട് 1/2 മീറ്ററൊക്കെ മാറിയിട്ടൊക്കെ നിൽക്കുന്നത് കാണാം.
Subject to this overriding consideration, the bowlers and umpire shall stand in a position so as not to interfere with either the bowler's run-up or the striker's view. സ്ട്രൈക്കറിൻ്റെ വ്യൂവും, അതായത് ബാറ്റ് ചെയ്യുന്ന ഒരാളുടെ വ്യൂവും ബോളറുടെ റണ്ണപ്പിനും കോട്ടം വരാത്ത രീതിയിൽ നിൽക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. Strikers and umpire may elect to stand on the offside instead of onside of the pitch, provided she informs the captain of the fielding side, the striker and the other umpire. മനസ്സിലായോ? അതായത് നമ്മൾ ലെഗ് അമ്പയർ എന്ന് പറയില്ലേ, അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ നിൽക്കുവാണെങ്കിൽ അയാളുടെ ലെഗ് സൈഡിലായിട്ടായിരിക്കും പൊതുവേ നമ്മുടെ സ്ട്രൈക്കിങ് അമ്പയർ നിൽക്കാറില്ല. വേണമെങ്കിൽ അയാൾക്ക് ഓഫ് സൈഡ് നിൽക്കാം, അല്ലാണ്ട് ലെഗ് സൈഡിൽ തന്നെ നിൽക്കണം എന്നൊരു നിയമത്തിലും പറയുന്നില്ല. ഓഫ് സൈഡിൽ നിൽക്കാം, പക്ഷേ ഈ പറഞ്ഞ ഫീൽഡിംഗ് ക്യാപ്റ്റൻ്റെ അടുത്തും പിന്നെ സ്ട്രൈക്കർ അമ്പയറിൻ്റെ അടുത്തും പിന്നെ സ്ട്രൈക്കറുടെ അടുത്തും പറയാം. സ്ട്രൈക്കർ അമ്പയറും നമ്മുടെ ബോളിംഗ് എൻഡ് അമ്പയറും സ്ട്രൈക്കറിനോടും ഫീൽഡിംഗ് സൈഡിലെ ക്യാപ്റ്റനോടും പറഞ്ഞ ശേഷം മാറാം. കാരണം അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇയാൾ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടി. അമ്പയർ ചേഞ്ചിങ് എൻഡ്സ്. അമ്പയർ ഷാൽ ചേഞ്ച് എൻഡ്സ് ആഫ്റ്റർ ഈച്ച് സൈഡ് ഹാസ് ഹാഡ് വൺ കംപ്ലീറ്റഡ് ഇന്നിങ്സ്. അതായത് എൻഡ് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല, പവലിയൻ എൻഡ്, പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ മീൻസ് സച്ചിൻ തെണ്ടുൽക്കർ സ്റ്റാൻഡ് എൻഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ട് സൈഡ് ഇപ്പോൾ ഗ്രൗണ്ടിൽ രണ്ട് അറ്റം ഉണ്ടല്ലോ, അപ്പോൾ ഓരോ അറ്റത്തും ഒരു ഇന്നിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പയർ മാറുക എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഈ സ്ട്രൈക്ക് എൻഡ് നോൺ സ്ട്രൈക്കിങ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്പയർ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണല്ലോ എപ്പോഴും നിൽക്കുന്നത്. അതായത് ഒരു ഫസ്റ്റ് ഓവറിൽ ഇപ്പോൾ ബോളിംഗ് എൻഡ് അമ്പയർ ബോളിംഗ് എൻഡിൽ നിൽക്കുകയാണെങ്കിൽ ആ സെക്കൻഡ് ഓവർ ആകുമ്പോൾ അയാൾ അതേ എൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്, ആ എൻഡിൽ നിന്ന് മാറുന്നില്ല. അയാൾ അവിടെ നിന്ന് വെച്ചാൽ ബാറ്റിംഗ് ആ ടൈമിൽ ആ എൻഡിലേക്ക്, അതായത് ഒരു ഓവർ ബോൾ ചെയ്ത എൻഡിൽ പിന്നത്തെ ഓവറിൽ അവിടെ ബാറ്റിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിലൊന്നും മാറുന്നില്ല, പക്ഷേ ഒരു ഇന്നിങ്സ് ചെയ്യുമ്പോൾ മാറണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ ഡിസഗ്രിമെൻ്റ് ആൻഡ് ഡിസ്പ്യൂട്ട്. വെൻ ദർ ഈസ് ഡിസഗ്രിമെൻ്റ്, എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദ അമ്പയർ ടുഗദർ ഷാൽ മേക്ക് ദ ഫൈനൽ ഡിസിഷൻ അമ്പയറിൻ്റെ തീരുമാനമായിരിക്കും. പിന്നെ അതിൻ്റെ കൺസൾട്ടേഷൻ ബൈ അമ്പയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലോയിൽ വരുന്നുണ്ട്, ലോ 31. പിന്നെ അമ്പയർസ് ഡിസിഷൻ. അമ്പയർ മേ ഓൾട്ടർ എനി ഡിസിഷൻ പ്രൊവൈഡഡ് ദാറ്റ് സച്ച് ഓൾട്ടറേഷൻ ഇസ് മെയ്ഡ് promptly and does not contradict law 20.6. അതായത് മനസ്സിലായി, അമ്പയർ ആദ്യം ഔട്ട് കൊടുത്തു, പിന്നെ വേണമെങ്കിൽ പെട്ടെന്ന് പുള്ളിക്ക് റിവോക്ക് ചെയ്ത് നോട്ട് ഔട്ട് കൊടുക്കാം. പെട്ടെന്ന് അയക്കണം, പ്രോംപ്റ്റ് അയക്കണം. അല്ലാണ്ട് ബോൾ ഡെഡ് ആയി കഴിഞ്ഞാൽ അവന്മാരെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അതെ എനിക്കൊരു ഡൗട്ട്, ഇത് ഔട്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ദിസ് അപ്പാർട്ട് ആൻ അമ്പയർസ് ഡിസിഷൻ വൺസ് മെയ്ഡ് ഈസ് ഫൈനൽ. ഇത് മാത്രമല്ല, അമ്പയർസിൻ്റെ ഡിസിഷൻ ഫൈനലാണ്. പിന്നെ ഇപ്പോൾ റിവ്യൂ സിസ്റ്റം അതൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ടൈമറൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് അത് പ്ലേയിങ് കണ്ടീഷൻ പ്രകാരമുള്ളൊരു ഇതാണെങ്കിലും നമ്മൾ ആ ഡെഡ് ബോൾ ആവുന്നതിന് മുമ്പോൾ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സെറ്റപ്പിലാണത് വരുന്നത്. ഡെഡ് ബോൾ അല്ല ആക്ച്വലി, റൂളല്ല എങ്കിലും ഏതാണ്ട് ആ ഒരു സംഭവമാണ് അതിൽ വരുന്നത്. അതാണ് ലോ കോൺട്രഡിക്റ്റ് ചെയ്യാണ്ട്, ഡെഡ് ബോളിൻ്റെ ലോ കോൺട്രഡിക്റ്റ് ചെയ്യാണ്ടുള്ള അത്രയും സമയം കൊണ്ടുവേണം റിവോക്കിംഗ് നടത്താൻ. ദ ഫോളോയിങ് കോഡ് ഓഫ് സിഗ്നൽ ഷാൽ ബി യൂസ് ബൈ ദ അമ്പയർ. അപ്പോൾ അമ്പയേഴ്സ് സിഗ്നൽസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്രിക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഡെഡ് ബോൾ ബൈ ക്രോസിങ് ആൻഡ് റീക്രോസിങ് ദ റിസ്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡെഡ് ബോൾ കാണിക്കുന്നത് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ട് റീക്രോസ് ചെയ്തുകൊണ്ട് നോ ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഫ്രീ ഹിറ്റൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഔട്ടാകുമ്പോൾ നമ്മൾ കൈ പൊക്കി ഔട്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. റേസിങ് അബവ് ദ ഹെഡായിട്ട് നമ്മൾ നമ്മുടെ തലയുടെ മുകളിൽ പൊക്കി ചൂണ്ടുവിരലും കൊണ്ട് കാണിക്കണം എന്നാണ് ശരിക്കും. പല അമ്പയർസ്മാർ പല സ്റ്റൈലിലായിരിക്കും. നോട്ട് ഔട്ട് ആണെങ്കിൽ നോട്ട് ഔട്ട് എന്ന് വിളിച്ച് പറഞ്ഞേക്കാം. അവന്മാർ തൊണ്ട കാറി പൊളിയേണ്ട ആവശ്യമില്ല, അവന്മാരോട് പറയാം അവനെ നോട്ട് ഔട്ട് എന്ന് പറഞ്ഞ്. വൈഡ് അറിയാലോ, നമ്മൾ ഷാറുഖ് ഖാൻ കാണിക്കണല്ലേ എക്സ്റ്റെൻഡിങ് ചെയ്ത് പറയുന്നു. പിന്നെ ബോളേഴ്സ് ആൻഡ് അമ്പയർ ഷാൽ റിപ്പീറ്റ് ദ സിഗ്നൽസ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് സിഗ്നൽ ഫോർ ഔട്ട് ടു ദ സ്കോറേഴ്സ്. അത് ബോൾ ഡെഡായതിനു ശേഷം ഇപ്പോൾ ചില കേസുകളിൽ ഒന്ന് ബോൾ വെയിറ്റ് ചെയ്യും അമ്പയർ, എന്നിട്ടാണ് സിഗ്നൽ കാണിക്കാറുള്ളത്. ഇപ്പം ചിലത് വൈഡാണേലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൈഡ് എറിഞ്ഞു, അത് പെട്ടെന്ന് കീപ്പറിന് മിസ് ചെയ്ത് അത് കുറച്ചും ദൂരെ പോയി, അപ്പോൾ അതിൻ്റെ ഫീൽഡ് ചെയ്തതിന് ശേഷം ബോൾ ഡെഡായി. അതായത് ബോൾ ഡെഡായി എന്താണ് ഡെഡിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്, ഇനി ലോസ് വരുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ പ്ലേയിലല്ലാത്തൊരു പക്ഷം എന്നുള്ളതാണ്. അത് എന്താണെന്ന് വിശദമായിട്ട് നമ്മളതിൽ പറയും, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതാണ് ഇതിൻ്റെ അത് പറയുന്നത്. അപ്പോൾ സ്കോറേഴ്സിന് സിഗ്നലിൽ എന്നിട്ട് വേണമെങ്കിൽ കാണിക്കാം. സിഗ്നൽസ് ലിസ്റ്റഡ് ബിലോ ഷാൽ ബി മെയ്ഡ് ബൈ സ്കോറേഴ്സ് ഓൺലി വെൻ ദ ബോൾ ഈസ് ഡെഡ്. അതായത് ബോൾ ഡെഡായതിന് ശേഷം മാത്രമാണ് ഈ സിഗ്നൽ കാണിക്കാൻ പാടുള്ളൂ. ബൗണ്ടറി കാണിക്കണം. മറ്റേ നമ്മൾ ആം വേവിങ് ആം ഫ്രം സൈഡ് ടു സൈഡ് ഫിനിഷിങ് വിത്ത് ദ ആം അക്രോസ് ദ ചെസ്റ്റ്. അതായത് നമ്മൾ വേവ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ബൗണ്ടറി കാണിച്ച് ലാസ്റ്റ് ചെസ്റ്റിൻ്റെ ഇതിൽ വന്ന് നിർത്തണം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കോറിന് ചിലപ്പോൾ എഴുതാൻ നോക്കി താഴത്തോക്കിട്ട് മുകളിലേക്ക് വെക്കുമ്പോഴത്തേക്കും
അയാൾ നമ്മളിപ്പോൾ നിർത്തുന്ന ടൈമിലാണ് കൈ കാണുന്നത്, ചിലപ്പോൾ അത് നോ ബോളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. പിന്നെ 6 അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. നമ്മൾ മുകളിലേക്ക് 2 വിരലും കൈയും കൂടി റേസ് ചെയ്യുന്നു. ബൈ എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ കമൻസ്മെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാച്ച് നോക്കിയിട്ട് നമ്മുടെ ടൈം കാണിക്കും. അതിൻ്റെ അകത്ത് ലാസ്റ്റ് മണിക്കൂർ മാൻഡേറ്ററി ഓവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റുകൾ ഉള്ള കേസാണ് പറയുന്നത്. പിന്നെ ഫയർ ആൻഡ് പെനാൽറ്റി അവാർഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോൾഡറിൽ റിപ്പീറ്റായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടാണ് ബാറ്റിംഗ് എൻഡിന് ടാപ്പിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാറ്റിംഗ് എൻഡിന് പെനാൽറ്റി അവാർഡ് ചെയ്തു എന്നുള്ളതാണ്. 5 അവാർഡ് ടു ദ ബാറ്റിംഗ് ടീം. ഫൈനൽ റൺസ് അവാർഡ് ടു ദ ഫീൽഡിംഗ് സൈഡ് എന്ന് പറയുമ്പോൾ പ്ലേസിങ് 1 ഹാൻഡ് ഓൺ ദ ഓപ്പോസിറ്റ് ഷോൾഡർ, ജസ്റ്റ് 1 ഹാൻഡ് ഓപ്പോസിറ്റ് ഷോൾഡർ വയ്ക്കുകയുള്ളൂ, അത് ടാപ്പ് ചെയ്യില്ല. അതപ്പോൾ ബോളിംഗ് എൻഡിന് ബോളിംഗ് ടീമിനാണ് ആ പോയിന്റ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ലെഗ് ബൈ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ന്യൂ ബോൾ, ഒരു പുതിയ ബോൾ ഇങ്ങനെ മുകളിൽ പൊക്കിയെടുത്ത് കാണിക്കും. നമ്മുടെ ബാഹുബലിയിൽ കൊച്ചിനെടുത്ത് കാണിക്കുന്ന പോലെ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് കാണിക്കുക. അതാണ് റിവോക്ക് ദ ലാസ്റ്റ് ഡിസിഷൻ. അപ്പോൾ നമ്മൾ റിവോക്ക് ചെയ്യണതൊക്കെ ഇപ്പോൾ നിറയെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ റിവ്യൂ കഴിയുമ്പോഴത്തേക്കും DRS കഴിയുമ്പോഴത്തേക്കും അവർ റിവോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് ഷോൾഡർ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇത് പറ്റില്ല, മീൻസ് റിവോക്ക് ചെയ്തു എന്ന് പറയുന്നു. ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടിയിട്ട് ക്രീസ് രണ്ടാമത്തെ റൺ ഓടുമ്പോഴത്തേക്ക് ആദ്യത്തെ റണ്ണിൻ്റെ ഇപ്പോൾ സ്ട്രൈക്കറോ നോൺ സ്ട്രൈക്കറോ ആരെങ്കിലും ഒരാൾ അവിടെ മീൻസ് പോപ്പിംഗ് ക്രീസ് കുത്താതെ പോകുന്നതാണ് ഷോർട്ട് റൺ വരുന്നത്. അപ്പോൾ അതിനും നമ്മുടെ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ തോളത്ത് തന്നെ തൊടുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ സിഗ്നൽ കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഫോളോയിങ് സിഗ്നൽസ് ആർ ഫോർ ലെവൽ 3 ആൻഡ് ലെവൽ 4 ഓഫ് ദ പ്ലെയർ കണ്ടക്ട് ഒഫൻസസ്. ഇനി അടുത്ത കുറച്ച് ഈ ഒഫൻസൊക്കെ നടക്കുമ്പോൾ ചെയ്യുന്ന ഈ സിഗ്നൽ ഹാസ് 2 പാർട്സ്, ബോത്ത് ഓഫ് വിച്ച് ഷുഡ് ബി അക്നോളജ് സെപ്പറേറ്റ്ലി ബൈ ദ പ്ലെയേഴ്സ് ബൈ ദ സ്കോറേഴ്സ്. അതായത് ലെവൽ 3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീൻസ് ഒരു പെനാൽറ്റി കൊടുക്കുന്നതാണ്. എന്തെങ്കിലും മിസ്ബിഹേവിയർ, ബാറ്റൊക്കെ വലിച്ചെറിയണം, ഹെൽമെറ്റ് വലിച്ചെറിയണം, അങ്ങനെയൊക്കെ കേസുകളൊക്കെ ഉണ്ട്. ഈ ലെവൽ 3 ലെവൽ 4 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഓരോ റേഞ്ചുകളാണ്. ബൈ പുട്ടിങ് 1 ആം ഔട്ട് ടു ദ സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് റിപ്പീറ്റഡ് റേസിങ് ഇറ്റ് ആൻഡ് ലോവറിങ് ഇറ്റ്. ഒരു ബോഡിയുടെ സൈഡിലേക്ക് ആക്കിയിട്ട് മുകളിലും താഴ്ത്തുന്നുണ്ട്. നമ്മൾ വണ്ടി സ്ലോ ആക്കുന്ന പോലെയൊക്കെ കാണിക്കുന്ന പോലെ. ബൈ റേസിങ് ബോത്ത് ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് സ്പ്രെഡ് ടു ദ ഷോൾഡർ ഹൈറ്റ്, പാംസ് ഫേസിങ് ടുവേർഡ്സ് ദ സ്കോറേഴ്സ്. അത് കുറച്ച് നമ്മൾ ഈ വായിക്കണേക്കാളും നല്ലത് അതിൻ്റെ കാണുന്നതാണ്. ലെവൽ 3 ലെവൽ 4 അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സിഗ്നൽസ് മാത്രമായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പം നിലവിൽ ഇത് നമ്മൾ ലോ പഠിക്കുന്ന സ്ഥിതിക്ക് അത് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. അത് കണ്ടു കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മൾ ഇതൊന്നും അത്ര സുപരിചിതമായിട്ടുള്ള സിഗ്നൽസ് അല്ല. ഓൾ ദ സിഗ്നൽസ് ഇൻ 2.13 ആർ ടു ബി മെയ്ഡ് ബൈ ബോളേഴ്സ് ആൻഡ് അമ്പയർ. ഇതെല്ലാം ബോളർ ആൻഡ് അമ്പയറിൻ്റെ അവകാശമാണ് പറയേണ്ട കേസ്. എക്സെപ്റ്റ് ദാറ്റ് ഫോർ ഷോർട്ട് റൺ വിച്ച് ഈസ് സിഗ്നൽ ബൈ ദ അമ്പയർ അറ്റ് ദ എൻഡ് ഫോർ ദ ഷോർട്ട് റൺസ് ഒക്കേഴ്സ്. അതായത് ഇപ്പോൾ ഒരു റൺ ഷോട്ട് നമ്മൾ റണ്ണിങ് ചെയ്യുന്ന അവിടെ സ്ട്രൈക്കേഴ്സ് എൻഡിലാണ് സപ്പോസ് ക്രീസിൽ മര്യാദയ്ക്ക് കുത്താണ്ട് ഓടിയെങ്കിൽ അത് അയാളായിരിക്കും കാണുന്നത്, സ്ട്രൈക്കർ ആൻഡ് അമ്പയർ അല്ലെങ്കിൽ ലെഗ് അമ്പയറായിരിക്കും കാണുന്നത്. അപ്പോൾ അയാൾക്കായിരിക്കും ആ സിഗ്നൽ ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ അയാൾക്കായിരിക്കും സിഗ്നൽ ചെയ്യാനുള്ള അവകാശം. അപ്പോൾ ദ ബോളേഴ്സ് ആൻഡ് അമ്പയർ ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ഫോർ ദ ഫൈനൽ സിഗ്നൽ ഓഫ് ഷോർട്ട് റൺ ടു സ്കോറേഴ്സ്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സ്കോററിനോട് പറയേണ്ടത് ആരാ? ബോളിംഗ് ആൻഡ് അമ്പയറിലായിരിക്കും ഫോക്കസ്. അപ്പോൾ അയാളായിരിക്കും പറയേണ്ടത്. ഇഫ് മോർ ദാൻ 1 റൺ ഈസ് ഷോട്ട് ഫോർ ഇൻഫോമിങ് ദം ആസ് ടു ദ നമ്പർ ഓഫ് റൺസ് ടു ബി റെക്കോർഡഡ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യം പറയുക, സ്കോററിന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ വാക്കി ടോക്കിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതിൽ കുറച്ചും കൂടി വ്യക്തത വരും, എങ്കിലും പറയുകയാണ്. അമ്പയർ ഷാൽ വെയിറ്റ് അൺടിൽ ഈച്ച് സിഗ്നൽ ടു ദ സ്കോറേഴ്സ് ഹാസ് ബീൻ സെപ്പറേറ്റ്ലി അക്നോളജ്ഡ് ബൈ ദ സ്കോറർ ബിഫോർ അലവിങ് ടു പ്ലേ. അതായത് സ്കോറർ അക്നോളജ് ചെയ്യാതെ ഓക്കെ സാർ എന്ന് പറഞ്ഞ സാധനം കിട്ടി എന്ന് അവർ കൈപൊക്കി കാണിക്കുമോ, അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുമോ. ഇപ്പോൾ വാക്കി ടോക്കിലാണെങ്കിൽ ഓക്കെ അങ്ങനെ എന്ന് പറഞ്ഞ് പറയണം. ഇസ് എവർ സിഗ്നൽസ് ആർ ടു ബി യൂസ് ദേ ഷാൽ ബി ഗിവൺ ഇൻ ഓർഡർ ദാറ്റ് ദ ഇവൻറ്റ്സ് ഓക്കർ. അപ്പോൾ ഓരോ സിഗ്നലും ഒരു ഓർഡർ തന്നെ കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു വൈറ്റ് ബോൾ എറിഞ്ഞു, എന്നിട്ട് അത് പോയിട്ട് ഹെൽമെറ്റ് തട്ടി ഫയർ ആൻഡ് പെനാൽറ്റി, അതായത് നമ്മുടെ ഫീൽഡിംഗ് സൈഡ്. അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചാൽ വൈഡ്, അപ്പോൾ വൈഡിൻ്റെ കാണിക്കുക, എന്നിട്ട് ഫയർ ആൻഡ് പെനാൽറ്റിയുടെ സിഗ്നൽ കാണിക്കുക. അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇൻഫോമിങ് ദ അമ്പയേഴ്സ് ത്രൂ ഔട്ട് ദ ലോസ് whether the umpires are to receive information from captain or other players. It will be sufficient for one umpire to be informed and for him to inform the other umpire. അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റ അമ്പയറിൻ്റെ അടുത്ത് പറയാം, അത് അവർ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്തോളും.
ഏത് അമ്പയറിൻ്റെ അടുത്ത് പറഞ്ഞാലും കറക്റ്റാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫീൽഡർ ഇപ്പോൾ സപ്പോസ് അയാൾ ഹെർട്ടായിട്ട് പോയി, എന്നിട്ട് അയാൾ തിരിച്ചു വരികയാണെങ്കിൽ ഒരു അമ്പയറിനോട് സാർ ഞാൻ തിരിച്ചു വന്നു എന്ന് പറയാം. കാരണം ഇനി അയാൾക്ക് ബോൾ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം പെനാൽറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ബോൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ വേറെ ലോയിൽ കവർ ചെയ്യുന്നുണ്ട്, അപ്പം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ ഈ സംഭവം തന്നെ. പിന്നെ കറക്റ്റ്നെസ് ഓഫ് ദ സ്കോർ, കൺസൾട്ടേഷൻ ബിറ്റ്വീൻ ദ അമ്പയേഴ്സ് ആൻഡ് സ്കോർ ഓൺ ഡൗട്ട്ഫുൾ പോയിന്റ്സ് ഈസ് എസെൻഷ്യൽ. അതായത് സ്കോറായിട്ട് എപ്പോഴും നമ്മൾ കീപ്പ് ഇൻ ടച്ച് വരിക. അമ്പയർ ഷാൽ ത്രൂ ഔട്ട് ദ മാച്ച് സർട്ടിഫൈ ദംസെൽസ് ആസ് ദ കറക്റ്റ്നെസ് ഓഫ് ദ നമ്പർ ഓഫ് റൺസ് സ്കോർഡ്, ദ വിക്കറ്റ്സ് ദാറ്റ് ഹാഡ് ഫാളൻ ആൻഡ് വേർ ദ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ഓവേഴ്സ് ബോൾഡ്. അതായത് ഓവർ, വിക്കറ്റ്, റൺസ് ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണ എപ്പോഴും സ്കോറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ്നെസ് കറക്റ്റ് ആണോ എന്ന് എപ്പോഴും നോക്കുക. ദേ ഷാൽ അഗ്രി ദാറ്റ് ദീസ് വിത്ത് ദ സ്കോറേഴ്സ് അറ്റ്ലീസ്റ്റ് അറ്റ് എവറി ഇൻ്റർവൽ അതർ ദാൻ ഡ്രിങ്ക്സ് ഇൻ്റർവൽ. അപ്പോൾ ഡ്രിങ്ക്സ് ഇൻ്റർവെല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഇത് ചെക്ക് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. ആൻഡ് അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ മാച്ച് ചെയ്യുന്ന ടൈമിൽ നോക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ സംഭവം.